തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം മോഷണം പോയെന്നാണ് പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മിബായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. പാരമ്പര്യമായി കൈമാറി വന്നതും അത്യപൂർവമായ നിരവധി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നത്. പത്മനാഭസ്വാമിയുടെ ചിത്രം കൊത്തിയ ആഭരണങ്ങളും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയവയിലുണ്ട്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിൽ പോകുന്നതിനു മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി കണ്ടത്. തുടർന്ന് കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിട്ടും ആഭരണങ്ങൾ ലഭിച്ചില്ല. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ കവർച്ച നടന്നു എന്നാണ് പരാതി. ആഭരണങ്ങൾ നഷ്ടമായ വിവരം നവംബറിൽ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ കാണുമെന്ന് കരുതിയതിനാലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. തിരഞ്ഞിട്ടും ആഭരണങ്ങൾ കിട്ടാത്തതിനാലാണ് പോലീസിൽ പരാതി നൽകിയത്. മോഷണം പോയ സാധനങ്ങൾ ഇവയാണ്: ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണ്ണമുത്തും ഇടകലർന്ന സ്വർണ്ണ ചെയിൻ ഉദ്ദേശം 1/2 പവൻ. പിച്ചിപ്പൂമൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം ഉദ്ദേശം 3 പവൻ. കറുത്ത മുത്തും സ്വർണ്ണമുത്തും ഇടകലർന്ന പാദസരം ഉദ്ദേശം 2 പവൻ. വീതിയുള്ള ഇല ഡിസൈനോട് കൂടിയ 2 വളകൾ ഉദ്ദേശം 4 പവൻ. വീതി കുറഞ്ഞ സ്വർണ്ണപ്പിരിവള 2 എണ്ണം ഉദ്ദേശം 3 പവൻ. സ്വർണത്തിൽ തീർത്ത കുഞ്ച ചുവപ്പ് കല്ല് പതിപ്പിച്ച വലിയ 2 കമ്മലും തൂക്കും. ഇതിന്റെ വില നിശ്ചയമില്ല. സ്വർണത്തിൽ പച്ച ഇനാമൽ 2 ഇലയും നടുക്ക് വെള്ള ഇനാമൽ ശംഖും പതിച്ച സ്വർണ്ണ പതക്കവും സ്വർണ്ണ പിരിച്ചെയിനും 2.5 പവൻ. സ്വർണ്ണ കിഴിമുന്നിമാല ഉദ്ദേശം 5 പവൻ. പച്ചക്കല്ല് പതിച്ച നാഗപട കമ്മലും മാലയും പതക്കവും ഉദ്ദേശം 8 ലക്ഷം രൂപ വില വരുന്നത്. സ്വർണ്ണക്കമ്മലും ഇല ഡിസൈനോട് കൂടിയ മാട്ടിയും ഉദ്ദേശം 2 പവൻ. റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വീതിയുള്ള ഒഴുക്കൻ വള 2 എണ്ണം ഉദ്ദേശം 6 പവൻ. വളരെ നേർത്ത ചെയിനിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണപ്പതക്കവും ചെയിനും ഉദ്ദേശം 1 പവൻ. 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിര പവൻ നാണയങ്ങൾ തുടങ്ങി 2 കോടി രൂപയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്.